നമ്മൾ കാട്ടിനുള്ളിലേക്ക് കയറാണ്. കൊടുങ്കാടാട്ടോ. നാട് മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾ കാടും കൂടി കാണണം. മഴയൊന്നും ഇല്ലല്ലേ. നാട് കാടിൻ്റെ ഉൾവശം. ഇത് ഗവൺമെൻറ് കാടിൻ്റെ ബോർഡറായിട്ട് ഇടുന്നതാണ്. ഇതെന്താന്ന് പറയും. ഗവൺമെൻറ് മീൻസ് ഫോറസ്റ്റുകാർ. ബാബാ ഇതിലിപ്പോൾ വഴിയൊന്നുമില്ലല്ലേ. സിംഹം ഒന്നുമില്ലെങ്കിലും ആനെങ്കിലും കാണേണ്ടതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ആനനെ കാണാം. ആനയെ കണ്ടാൽ ഫോൺ ഇട്ടിട്ട് ഞാൻ ഓടും. ആ ആന ഉണ്ടോന്ന് നോക്കുകയാണോ? കാടിൻ്റെ ഉള്ളൊന്നുമല്ല, അതിൻ്റെ ഔട്ടറാണ്. അതിൻ്റെ കുറച്ചടുത്തേക്ക് അല്ല, കുറച്ചകത്തേക്ക്. പിടിച്ചപ്പടിയപ്പോഴത്തെ മരങ്ങളും ഒക്കെ ഉണ്ട്. കാണിച്ചു തരാം ഞാൻ. വെയിലടിച്ചിട്ട് കറക്റ്റ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവാത്ത കേട്ടോ. ഭയങ്കര ഒരു മരമാണ് ഇത്. അതുപോലെ തന്നെ കാട്ടിൽ കുരുമുളക്, പാവയ്ക്ക, പിന്നെന്താ ഇഞ്ചി, മഞ്ഞളൊക്കെ ഉണ്ട് കേട്ടോ. നാട്ടിലേക്ക് മാതിരി തന്നെയാണ് ഇവിടെ. ഒരു പ്രത്യേക രീതിയിൽ മരത്തിൻ്റെ ഇതുപോലെയാണ് എല്ലാ മരത്തിനും. നമുക്ക് വേണമെങ്കിൽ അവിടെ കയറി ഇരിക്കാം. മഴയൊക്കെ വരുമ്പോൾ കയറിയിരുന്നു കഴിഞ്ഞാൽ നനയില്ലാത്ത വിധത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. കാട് തന്നെ, കാടിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കുരുമുളക്, കാട്ടിലത്തെ കുരുമുളകാണേ. ഇതിൽ കുരുമുളക് വയ്ക്കും. ഇതാരും നട്ടതൊന്നല്ല. ഇവിടെ വേണം നമുക്ക് ഇരിക്കുക. ഉണ്ടാകുമ്പോൾ വേണ്ട. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ആ മരത്തിന് 4 സൈഡും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വന്ന് കരികളേട്ടോ. ഇതൊക്കെ ഒരു ജാതി മരങ്ങളാ. ഇതാ മരത്തിൻ്റെ ഇപ്പുറ സൈഡ്. കാടിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പേടിക്കാനുള്ളതൊന്നുമില്ല. നമ്മളെ കാടിനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കാട് വഴിതെറ്റിക്കുകയൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വഴിയൊക്കെ മാറിപ്പോവും. ഇപ്പം എങ്ങോട്ടും പോകണ്ടാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇതുണ്ടോ വേറൊരു കുരുമുളക് ഒന്നും ആരും നടന്നതല്ല. പിന്നെ ഇവിടെ കാട്ടുമാങ്ങയുണ്ട്. കാട്ടുമാങ്ങ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ആ കല്ലിൻ്റെ മേലെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ. മേലെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കയറി നോക്കാം.
കയറി കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുമോ അറിയില്ല. ഇതുണ്ടോ ഒരു മരം, ഒരു ചെടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വില കൊടുത്ത് മേടിക്കേണ്ട ഒരവസ്ഥയാണ്. ഞാൻ ഒറ്റയ്ക്കൊന്നുമില്ല കേട്ടോ, അപ്പോൾ ഉണ്ട് വീട്ടിൽ വെറുതെ ഇടുന്ന ആൾക്കാരെയൊക്കെ കുട്ടിക്കാട്ടിൽ വന്നേക്കാണ്. പട്ടി പറിക്കുന്നുണ്ട്, വല്ല ആനയും കണ്ടിട്ടാണോ അറിയില്ല. ഏതോ പക്ഷീനെ എന്തോ പിടിച്ചു. അയ്യോടാ പാവം. കണ്ടോ അതിൻ്റെ തോലേ ഉള്ളൂ, എന്തോ സാധനം പിടിച്ചിരുന്നു.